SUT പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് വ്യക്തികളുടെ, പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലേക്കുള്ളവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാൽമുട്ടിൻ്റെ തേയ്മാനവും അതുകൊണ്ടുണ്ടാകുന്ന അസഹ്യമായ വേദനയും. പക്ഷേ ഇതിനൊരു വളരെ ഫലപ്രദമായ ചികിത്സാ രീതിയാണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡീഷ്യനായ ഡോക്ടർ അനൂപ് സാറാണ്. വെൽക്കം ടു ദ ഷോ സർ. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ? ഒരു ജോയിൻ്റ് എന്ന് പറയുന്നത് വേദനയില്ലാതെ സുഗമമായിട്ട് രണ്ട് അസ്ഥികൾ തമ്മിൽ മൂവ്മെൻറ്റിനുള്ള ഒരു സംവിധാനമാണ്, നാച്ചുറലായിട്ടുള്ളൊരു സംവിധാനമാണ്. പല അസുഖങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും ഈ സംവിധാനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ തകരാറുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വേദന, നടക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ രോഗിക്കുണ്ടാകുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ തന്നെ അത് ബാധിക്കുന്നു. ആ സമയത്ത് ആ ജോയിൻറ്റിൻ്റെ ഫങ്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഫലപ്രദമായൊരു സർജറിയാണ് നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഓർ എനി ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി. അതിനകത്ത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ആ ജോയിൻറ്റിൻ്റെ തേഞ്ഞുപോയ പ്രതലം, ജോയിൻറ്റിൻ്റെ സർഫസ് എന്ന് പറയുന്നത് നമുക്കറിയാം കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി എന്ന് പറയുന്ന ഒരു സർഫസ് കൊണ്ടാണ് ഈ ബോണിൻ്റെ എൻഡ്സ് കവേർഡ് ആയിട്ടുള്ളത്. അതിന് കേടുപാടുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ തേഞ്ഞു പോയ ഭാഗത്തിനെ മുറിച്ച് മാറ്റിയിട്ട് അതിന് പകരം കൃത്രിമമായിട്ടുള്ള പ്രതലം, ഒരു സർഫസ് കൊടുക്കുക. അപ്പോൾ ആ നീ മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ നീയുടെ സർഫസാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. അതിൻ്റെ മറ്റ് തന്തുക്കൾ, ലിഗമെൻസും മസിൽസും എല്ലാം റിറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ജോയിൻറ്റിൻ്റെ സർഫസ് മാറ്റി വെക്കുമ്പോഴത്തേക്ക് വീണ്ടും വേദനയില്ലാതെ ആ ജോയിൻറ്റ് മടക്കുവാനും നിവർത്തുവാനും അതിൻ്റെ വെയിറ്റ് കൊടുക്കാനുമുള്ള ശേഷി നമുക്ക് പേഷ്യൻറ്റിന് തിരിച്ചു കിട്ടുകയാണ്. ഇപ്പോൾ സാറിൻ്റെ OPD തന്നെ വരുന്ന ഒരു 30% പേഷ്യൻസ് മുട്ടുവേദനയായിട്ടായിരിക്കും വരുന്നത്. മുട്ടുവേദന വന്നാൽ ഉടനെ തന്നെ പേടിക്കേണ്ടതുണ്ട്. എല്ലാ മുട്ടുവേദനയും ശരിക്കും ശസ്ത്രക്രിയയിൽ ചെന്നെത്തിച്ചേരുമോ? തീർച്ചയായിട്ടും ഇല്ല. അത് മുട്ടുവേദനയുടെ കാരണം എന്താണ്, ആ അസുഖത്തിൻ്റെ സ്റ്റേജ് എന്താണ് തുടങ്ങിയതുപോലെ ഇരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മധ്യവയസ്കരായ ആൾക്കാരിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് മുട്ടുവേദന എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള ശസ്ത്രക്രിയയുടെ ആവശ്യം വരാറുള്ളൂ. മിക്ക മുട്ടുവേദനകളുടെയും കാരണം ജോയിൻറ്റിനകത്തുള്ള തേയ്മാനത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ജോയിൻറ്റിനകത്തുള്ള ലിഗമെൻസിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മസിൽസിൻ്റെ ബലക്കുറവ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മുട്ടുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് മുട്ടിൻ്റെ വേദനയുടെ കാരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിൽ നിന്നാണ് നമ്മുടെ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിന് മോസ്റ്റ് ഓഫ് ദി ടൈം സർജറിയുടെ ആവശ്യം വരാറേ ഇല്ല. ലളിതമായിട്ടുള്ള മരുന്നുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റായിട്ട് ഉള്ള എക്സസൈസുകൾ, ഫിസിയോതെറാപ്പി, മസിൽ ട്രെയിനിങ് തുടങ്ങിയ പരിപാടികൾ കൂടി നമുക്ക് വേദന ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സാർ, ഈ കാൽമുട്ടിൻ്റെ തേയ്മാനത്തിന് ശസ്ത്രക്രിയ കൂടാതെയുള്ള മറ്റ് ചികിത്സാ രീതികളും ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാണ്? അത് അവസാനം സർജറി ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇനീഷ്യലി ഈ ചികിത്സാ രീതികൾ നമുക്ക് തുടക്കത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണോ പേഷ്യൻസിന്? അതെന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഏത് അസുഖത്തിനെയും പോലെ തന്നെ ഇതും തേയ്മാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖം പോലും അല്ല, അതൊരു അവസ്ഥയാണ്. നമ്മുടെ പ്രായാധിക്യം കൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അത് കഷണ്ടിയെ പോലെയോ നരയെ പോലെ പലരെയും പല സ്റ്റേജിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, പല സിവിയറിറ്റിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ ഏതാണെന്നുള്ളത് തീരുമാനം. തുടക്കത്തിലുള്ള സ്റ്റേജുകൾക്ക് തീർച്ചയായിട്ടും സർജറിയുടെ ആവശ്യമില്ല. തുടക്കത്തിലുള്ള സ്റ്റേജിലുള്ളവർക്ക് അതിനകത്ത് ഫിസിയോതെറാപ്പി, മസിൽ സ്ട്രെങ്തനിങ് തുടങ്ങിയ ചികിത്സകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ കുറച്ച് നൂതന സാങ്കേതിക വിദ്യ ചികിത്സകളുണ്ട്. നമ്മുടെ സ്റ്റെം സെൽ തെറപ്പി എന്ന് പറയുന്ന, അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നത് അത് ഈ നശിച്ചു പോയ കോശങ്ങളെ നമ്മുടെ തന്നെ മൂലകോശങ്ങൾ ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള സ്റ്റെം സെൽസിനെ വേർതിരിച്ചിട്ട് അതിനെ ആ ജോയിൻറ്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി അഥവാ റീജനറേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇൻ സെലക്ട് പേഷ്യൻസ്, അത് എല്ലാവരും അത് യൂസ്ഫുൾ അല്ല. ഡിസീസിൻ്റെ ഏർലി സ്റ്റേജസിൽ, പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള ആൾക്കാരിൽ അത് വളരെ എഫക്റ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നിരുന്നാലും ഇപ്പോഴും അതൊരു കംപ്ലീറ്റ്ലി പ്രൂവൺ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ സക്സസ് നമുക്ക് എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ. പക്ഷേ ചില ആൾക്കാരിൽ അത് വളരെ നല്ല റിസൾട്ട്സ് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ സ്റ്റേജ് കറക്റ്റ് ആയിരിക്കണം. എല്ലാ സ്റ്റേജിലും അത് വർക്ക് ചെയ്യില്ല എന്നർത്ഥം. ഏർലി സ്റ്റേജസിൽ സ്റ്റെം സെൽ തെറാപ്പി ഡസ് ഗിവ് us ഗുഡ് റിസൾട്ട്സ്. മറ്റ് ചികിത്സാ രീതികളൊന്നും ഫലവത്തായിട്ട് വരുന്നില്ലാത്ത ഒരു പേഷ്യൻറ്റിന് ഏത് സ്റ്റേജ് വരുമ്പോഴാണ് സർജറി എന്നൊരു പ്ലാനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്?
നീ റീപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജോയിൻറ്റിൻ്റെ സർഫസ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഫങ്ഷൻ തിരിച്ച് റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ്. അപ്പോൾ എപ്പോഴാണോ ജോയിൻറ്റിൻ്റെ ഫങ്ഷൻ നമുക്ക് നഷ്ടമാകുന്നത് ആ സമയത്താണ് ആ സർജറി വേണ്ടി വരുന്നത്. അതായത് ഇപ്പോൾ ഓരോ പ്രായത്തിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മൂവ്മെൻ്റ് ഉണ്ട്, ഒരാളുടെ ഒരു എബിലിറ്റി ഉണ്ട്. ഇപ്പം ഏത് പ്രായത്തിലും നമ്മൾ മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ആൾക്ക് എഴുന്നേറ്റ് നടന്നു പോകാൻ പറ്റണം, അത്യാവശ്യത്തിന് സ്റ്റെപ്സ് കയറാൻ പറ്റണം, ഒരു വാഹനത്തിനകത്ത് കയറാനും ഇറങ്ങാനും പറ്റണം. മുട്ടുവേദനയും അതിൻ്റെ മറ്റ് പ്രശ്നങ്ങളും കൂടുന്നതനുസരിച്ചിട്ട് ഇത് ചെയ്യാനുള്ള എബിലിറ്റി കുറഞ്ഞു തുടങ്ങും. ഇത് കുറയുമ്പോൾ നമ്മുടെ ആക്ച്വലി മുട്ടിൻ്റെ ഒരു പ്രശ്നം ശരീരത്തിൻ്റെ മൊത്തത്തിലൊരു പ്രശ്നമായി മാറുകയാണ്. അതായത് സ്പീഡിൽ നടക്കാത്ത ഒരാളിന്, പടി കയറാത്ത ഒരാളിന് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹാർട്ടിൻ്റെ എക്സസൈസ് കുറയുകയാണ്, ലങ്സിൻ്റെ കേപ്പബിലിറ്റി കുറയുകയാണ്, ഈവൻ ദെയർ സോഷ്യൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഈസ് എഫക്റ്റഡ്. നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കാണാൻ പോകാനായിട്ട് നമ്മൾ മടിക്കും, 4 പേര് കൂടുന്ന സ്ഥലത്ത് പോകാനായിട്ട് മടിക്കും, മുട്ടിൻ്റെ വേദന കാരണം. അപ്പം ഏത് അവസ്ഥയിലാണോ നമ്മുടെ മുട്ടിൻ്റെ പ്രശ്നം നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിനൊരു ബുദ്ധിമുട്ടാകുന്നത്, ആ സമയത്താണ് സർജറി ചെയ്യുന്നത്. പിന്നെ ചോദിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ വളരെ ഫ്രീക്വൻ്റായിട്ട് കേൾക്കുന്ന ഒരു കോൺസെപ്റ്റാണ് മുട്ടിൻ്റെ തേയ്മാനം പോകുന്നിടത്തോളം പോകുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യമാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ സർജറിയിലേക്ക് നമ്മൾ വന്നു. അപ്പം സർജറി ഒരു മേജർ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. തീർച്ചയായും. അപ്പം അതിനുശേഷം എത്ര ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ ആവശ്യമായിട്ട് വരും, ഡിസ്ചാർജ് എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ പേഷ്യൻസിന് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ പറഞ്ഞ പോലെ അതൊരു മേജർ സർജറിയാണ്. അതുകൊണ്ട് തന്നെ സർജറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ പ്രീ ഓപ്പറേറ്റീവ് വർക്കപ്പും പ്ലാനിങ്ങും എല്ലാം ചെയ്യും. ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ എക്കോ ചെയ്ത് നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ, മറ്റ് ടെസ്റ്റുകൾ കൂടെ നമ്മുടെ ലിവറിൻ്റെ, കിഡ്നിയുടെ, ലങ്സിൻ്റെ എല്ലാം ഫംഗ്ഷൻ അസസ് ചെയ്തതിന് ശേഷം ഫിറ്റ്നസ് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സർജറിക്ക് പ്ലാൻ ചെയ്യുന്നത്. സർജറിക്ക് ശേഷം എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം എന്നുള്ളത് മിക്കപ്പോഴും പേഷ്യൻറ്റിനെ അനുസരിച്ചിരിക്കും. അതായത് അതിനുശേഷം ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം എന്നൊരു സംഗതി ഇല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ തിരിച്ച് നടത്തിക്കാനും മറ്റ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഒരാൾക്ക് വേദന സഹിച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എസെൻഷ്യലായിട്ടുള്ള മെഡിക്കേഷൻ, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ സർജറി കഴിയുന്നതോടുകൂടി, ആ സർജറി ഡേയോടുകൂടി തന്നെ അങ്ങനത്തെ മരുന്നുകളെല്ലാം കഴിയണം. പിന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷനാണ്. ആ പേഷ്യൻറ്റിനെ തിരിച്ച് ആ ജോയിൻറ്റിൻ്റെ ഫങ്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു റീട്രെയിനിങ്, അതിന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് കൂടി വേണം. അപ്പം അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് റീസണബിൾ കോൺഫിഡൻസോടുകൂടി നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യും. ഇത് ചില പേഷ്യൻ്റെ കാര്യത്തിൽ 3 ദിവസമായിരിക്കും, ചില പേഷ്യൻസിന് 5 ദിവസമായിരിക്കും, ചില പേഷ്യൻറ്റ് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന്, പ്രായമുള്ള പേഷ്യൻറ്റ് ചിലപ്പോൾ ഒരാഴ്ച വരെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നേക്കാം. ഇപ്പം നമ്മൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ ഇവർക്ക് റെസ്റ്റ് പീരീഡ് ശരിക്കും എത്ര നാളാണ് അഡ്വൈസ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറിക്ക് റെസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് അല്ല, നമുക്കൊരു ആക്ടിവിറ്റി ലിമിറ്റേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ റിക്കവറി ആൻഡ് റീഹാബിലിറ്റേഷനാണ്. അപ്പം ഒരു ജോയിൻ്റ് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ വരുന്ന കുറച്ച് പെയിൻ ഉണ്ടാകും. ആ പെയിനെ ഓവർകം ചെയ്ത് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തു തുടങ്ങും. ഫിസിയോതെറാപ്പി ചെയ്ത് ആ പേഷ്യൻറ്റിൻ്റെ ഫങ്ഷൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. തുടക്കത്തിൽ അവരൊരു വോക്കർ പിടിച്ചിട്ടായിരിക്കും നടക്കുന്നത്. ചില പേഷ്യൻസ് 5 ദിവസം കഴിയുമ്പോഴത്തേക്ക് വോക്കറില്ലാതെ നടന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് ഓഫ് റീഹാബിലിറ്റേഷനിലേക്ക് പോകും. സ്പീഡിൽ നടക്കുന്നത്, കസേരയിൽ ഇരുന്ന് എഴുന്നേൽക്കാനുള്ള ട്രെയിനിങ്, പടി കയറാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അവർക്ക് ഒരു അച്ചീവ്മെൻറ്റ്, ഒരു മൈൽ സ്റ്റോൺ അവർ അച്ചീവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ അടുത്ത ലെവൽ ഓഫ് ആക്ടിവിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു പേഷ്യൻറ്റ് 6 ആഴ്ച ആകുമ്പോഴത്തേക്ക് ബേസിക് സാധനങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ബേസിക് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാര്യം ചെയ്യാനും, വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാനും, പടി ഇറങ്ങാനും നടക്കാനും ഒക്കെയുള്ള കാര്യം ചെയ്യാം. പക്ഷേ അവർ അപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ബിക്കോസ് ആ മസിൽ സ്ട്രെങ്ത് തിരിച്ച് റീഗെയിൻ ചെയ്യുന്നത് ഓരോ പേഷ്യൻറ്റും ഓരോ റേറ്റിലാണ്. ചിലർ 6 ആഴ്ച കൊണ്ട് റിക്കവർ ചെയ്യും, ചിലർ 3 മാസം എടുക്കും. അപ്പോൾ സാധാരണ പക്ഷേ 3 മാസം ആകുമ്പോഴത്തേക്ക് നമ്മളവരെ വീണ്ടും തിരിച്ച് കമ്മ്യൂണിറ്റി ലെവലിൽ ആക്റ്റീവ് ആവുന്നതായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ 3 മാസത്തെ പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് ഓൾമോസ്റ്റ് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാം, പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ചെയ്യാമെന്നാണ് സർ പറയുന്നത്? തീർച്ചയായിട്ടും ജോലിക്ക് പോകാനും. തീർച്ചയായിട്ടും 3 മാസത്തിന് വളരെ മുമ്പ് തന്നെ ജോലിക്ക് പോകുന്ന പേഷ്യൻ. ഇപ്പോൾ നമ്മളൊരു ഡെസ്ക് ജോബ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ജോബ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദേ ഗോ ബാക്ക് ടു ജോബ് വെരി മച്ച് ബിഫോർ ദാറ്റ്. കുറച്ചുകൂടി കായികമായിട്ടുള്ള റിക്വയർമെൻ്റ് ഉള്ള ജോബിൽ ചെയ്യുന്നവർ പിന്നെ പറഞ്ഞ പോലെ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്. ബട്ട് ദ തിങ് ഈസ് ഇറ്റ് വിൽ കീപ്പ് ഇംപ്രൂവിങ്.
നമ്മുടെ ഒരു മസിൽ ഫങ്ഷൻ. അപ്പോൾ അത് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് മുട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ആദ്യത്തെ 6 മാസം വരെ വളരെ പ്രകടമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷവും ഇമ്പ്രൂവ് ചെയ്യും. അപ്പം ഒരു നല്ലൊരു ഫങ്ഷൻ ഒരു 6 മാസത്തിനുള്ളിൽ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആരോഗ്യമുള്ള സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ഒരു 6 മാസത്തിനുള്ളിൽ പേഷ്യൻ്റ് നല്ലോണം ചെയ്യാൻ പറ്റും. സാധിക്കും. സാർ ഫിസിയോതെറാപ്പിയെ കുറിച്ച് പറഞ്ഞു. കാരണം ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി പീരീഡും ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസും. ബിക്കോസ് ആ റീപ്ലേസ് ചെയ്ത ജോയിൻറ്റിനെയും അതിന് ചുറ്റുമുള്ള മസിൽസിനെയും എല്ലാം സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഫിസിയോതെറാപ്പിയിലൂടെയാണ്. പേഷ്യൻസ് എന്തുമാത്രം കംപ്ലൈൻ്റ് ആവാറുണ്ട് സാധാരണ ഈ ഒരു ഫിസിയോതെറാപ്പി സ്റ്റേജിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് സെൽഫ് കെയർ? കാരണം അതിനുശേഷം ഒരു ഡിസ്ചാർജായി വീട്ടിൽ പോയതിന് ശേഷം പേഷ്യൻസ് തന്നെ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടെയാണ് അവർ മൊബിലൈസ് ചെയ്യുന്നതും അതിന് കെയർ എടുക്കുന്നതും. സോ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം നീ റീപ്ലേസ്മെൻറ്റ് സർജറി ആസ് എ ട്രീറ്റ്മെൻറ്റ് ഡസ് നോട്ട് എൻഡ് വിത്ത് ദി സർജറി അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. വളരെ നമ്മുടെ നാട്ടിൽ പക്ഷേ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് ഒരു ഫാമിലി ഇവൻ്റാണ്. പേഷ്യൻറ്റിൻ്റെ കൂടെ പേഷ്യൻറ്റിൻ്റെ മക്കൾ അല്ലെങ്കിൽ സ്പൗസ് അവരെല്ലാം വന്ന് നിന്നിട്ട് ദേ ആർ പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ സപ്പോർട്ട് അത് കിട്ടുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് എത്ര നന്നായിട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ട് കിട്ടുന്ന പേഷ്യൻറ്റ് ദേ ഡു റിയലി വെൽ. ആൻഡ് ഇതിൻ്റെ എന്താ പറയുക ഫിസിയോതെറാപ്പിയായിട്ടുള്ള കംപ്ലയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സർജറി ചെയ്തതിന് ശേഷം ഈ മസിൽസിൻ്റെ റിക്കവറി, ആ ജോയിൻറ്റിൻ്റെ സപ്പിൾനെസ്, ആ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് തിരിച്ച് റീഗെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം വളരെ 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 യൂസ്ഫുള്ളാണ്. ഫിസിയോതെറാപ്പിസ്റ്റും പേഷ്യൻറ്റുമായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ടായിരിക്കുക, അത് ഇതിൻ്റെ ഔട്ട്കമ്മിനെ വളരെ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റും വളരെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റും ഇസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. ആൻഡ് അവരാണ് ഏറ്റവും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിനുശേഷം മുട്ടിൻ്റെ കാര്യം മറന്നേ പോയി, അങ്ങനെ ഒരു പ്രശ്നമുള്ളതേ ആയിട്ടേ തോന്നിയിട്ടില്ല എന്ന് പറയുന്ന പേഷ്യൻസ് അനവധിയാണ്. അതുവരെ ഈ ഒരു പോസിറ്റീവ് സ്പിരിറ്റിൽ അതിൻ്റെ സർജറിയും അതിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി പീരീഡ് ഇൻക്ലൂഡിങ് ഫിസിയോതെറാപ്പി എടുക്കുന്നതാണ്. ഓക്കെ സാർ. അപ്പം നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പം അത് പണ്ട് കാലം തൊട്ടേ ചെയ്തു വന്നിരുന്ന ഒരു സർജറിയാണ്. ഒരുപാട് എവല്യൂഷൻ കഴിഞ്ഞു വന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ പണ്ട് ചെയ്തിരുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ചികിത്സാ രീതികൾ മാറി, അതിൻ്റെ ടെക്നിക്കലി അതിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ പഴയ ശസ്ത്രക്രിയാ രീതികൾ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പുതിയ ടെക്നിക്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അത് പേഷ്യൻസിൻ്റെ സേഫ്റ്റി കൂടുതൽ ഉറപ്പുവരുത്തുന്നതല്ലേ? അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായും ഇതിനകത്ത് പല രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ടെക്നിക്കലാണ്. അതായത് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇംപ്ലാൻസിൻ്റെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇംപ്ലാന്റ് ഡിസൈനിനകത്ത് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് യൂസ് ചെയ്യുന്ന ബെയറിംഗ് സർഫസിനകത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. സർജിക്കൽ എക്സ്പോഷർ, സർജിക്കൽ ടെക്നിക്സിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വി ഹാവ് എന്താ പറയുക ടെക്നോളജീസ് ലൈക്ക് നാവിഗേഷൻ ആൻഡ് റോബോട്ടിക്സ്. ഇതെല്ലാം സർജറിയുടെ പ്രിസിഷൻ, സേഫ്റ്റിയെക്കാളും സർജറിയുടെ പ്രിസിഷൻ ആൻഡ് പെയിൻ ആൻഡ് അതിനുശേഷമുള്ള റിസൾട്ട്സ് ആൻഡ് റിക്കവറി ഇതിനെല്ലാം പോസിറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. കാരണം ദാറ്റ് ഇസ് നോട്ട് ടു സേ ദാറ്റ് ദ സർജറി ദാറ്റ് വി ആർ ഡൂയിങ് കൺവെൻഷണൽ ടീ കെയർ മോശമാണെന്നുള്ളതല്ല. 35 വർഷത്തിന് മുമ്പ് ചെയ്ത നീ റീപ്ലേസ്മെൻറ്റിൻ്റെ ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അവർ മറ്റ് വർഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിൽ വരുമ്പോഴത്തേക്ക് അവർ പറയാണ്ട് 20 വർഷത്തിന് മുമ്പ് സർജറി ചെയ്തതാണ്, 25 വർഷത്തിന് മുമ്പ് സർജറി ചെയ്തതാണ്. അത് മോശമാണെന്നുള്ളതല്ല. ബട്ട് ആസ് സയൻസ് ഇസ് ഇവോൾവിങ് വി ആർ ബ്രേക്കിംഗ് ന്യൂ ഫ്രണ്ടിയേഴ്സ്. നമ്മൾ പുതിയ പുതിയ ടെക്നോളജി ഇതിനകത്ത് വരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള നമ്മുടെ അതിനകത്ത് ഇംപ്ലാന്റിൻ്റെ സർഫസിനെ ഞാൻ പറഞ്ഞു. മറ്റൊന്നാണ് ഇംപ്ലാന്റിൻ്റെ പൊസിഷൻ്റെ പ്രിസിഷൻ, ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റിൻ്റെ പ്രിസിഷൻ. അതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആംഗിൾ, അലൈൻമെൻറ്റ് തുടങ്ങിയ സംഗതികൾ, അത് ഈ നാവിഗേഷൻ ആൻഡ് റോബോട്ടിക് സർജറി ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ് ദാറ്റ്. അതിന് എത്രത്തോളം ക്ലിനിക്കൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, അതായത് നമ്മൾ ഈ വരുത്തുന്ന 1 ഡിഗ്രിയുടെ വ്യത്യാസം അല്ലെങ്കിൽ 1/2 ഡിഗ്രിയുടെ വ്യത്യാസം കൊണ്ട് പേഷ്യൻറ്റിന് എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് വരും കാലങ്ങളിലേ തെളിയുകയുള്ളൂ. ഇപ്പോൾ ആസ് ഓഫ് നൗ അതിനൊരു എന്താ പറയുക ഒരു ക്ലിനിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് സയൻസ് ഇസ് അഡ്വാൻസിങ്. ദർ വിൽ ബി ഡിഫറൻസസ് വിത്ത് ദീസ്. സാർ, അപ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയ്ക്കുന്ന ഇംപ്ലാന്റ് എത്ര നാളൊരു പേഷ്യൻറ്റിന് ഇൻടാക്റ്റ് ആയിട്ടിരിക്കും? പിന്നീട് ഒരു റീഡൂ സർജറിയുടെ ഒരു സാധ്യത നിൽക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് ഒരു വെൽ ഡൺ നീ റീപ്ലേസ്മെൻറ്റ് സർജറി
അതായത് അതിൻ്റെ നല്ല ബോൺ സ്റ്റോക്കുള്ള ഒരു കറക്റ്റ് ഒരു പേഷ്യൻറ്റിനകത്ത് അതൊരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇറ്റ് ഷുഡ് ലാസ്റ്റ് ദെയർ ലൈഫ് ടൈം. ബിക്കോസ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ആൻഡ് അബോവ് ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദീസ് ഇംപ്ലാൻസ് നമ്മളതിൻ്റെ ലോഞ്ചിവിറ്റി സ്റ്റഡീസ്, അത് എത്ര കാലം അതിൻ്റെ സർവൈവർഷിപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ അതിനൊക്കെ 30 വർഷം അടുപ്പിച്ചുള്ള സർവൈവർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ ആ പ്രായത്തിൽ ചെയ്യുന്ന ഒരാളുടെ ഒരു ലൈഫ് ടൈം അത് ലാസ്റ്റ് ചെയ്യണം. നമുക്ക് ആ ഇംപ്ലാന്റ് നമുക്ക് റിവൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത് വളരെ വളരെ ചുരുങ്ങിയ അവസരങ്ങൾ മാത്രമേ അത് ആ ഇംപ്ലാന്റിന് എന്തെങ്കിലും തേയ്മാനം സംഭവിച്ച് അല്ലെങ്കിൽ കേടുപാട് സംഭവിച്ചുകൊണ്ട് വരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് വെക്കുന്നത് ഒരു ഹ്യൂമൻ ബോഡിയിലാണ്. അപ്പം അതിനകത്ത് ഒത്തിരി ചേഞ്ചസ് വരാം. ഫോർ എക്സാമ്പിൾ പ്രായമാവുന്നതനുസരിച്ച് നമ്മുടെ അസ്ഥിയുടെ ബലം കുറയും, ഓസ്റ്റിയോപൊറോസിസ് വരാം, അല്ലെങ്കിൽ അതിനകത്തൊരു ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ നമുക്ക് വീണിട്ടോ അല്ലാതെയോ അതിനകത്തൊരു ഫ്രാക്ചർ വരാം. ഇതൊന്നും അല്ലാതെ ചില റിയാക്ഷൻസ് കൊണ്ട് അതിനകത്ത് ലൂസനിങ് വരാം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ആ ജോയിൻറ്റ് പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യാതെ വരും. അപ്പോൾ ആ ഇംപ്ലാന്റ് അല്ല വർക്ക് ചെയ്യാത്തത്, ആ ജോയിൻറ്റ് ആസ് എ കൺസ്ട്രക്ട് നല്ലവണ്ണം വർക്ക് ചെയ്യുന്നില്ല. എക്സാക്ട്ലി. പേഷ്യൻ്റ് അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതുകൊണ്ട് വേദന ഉണ്ടാകുന്നു, പേഷ്യൻസ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്കതിനെ റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിന് റിവിഷൻ സർജറി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്ത സർജറിയേക്കാൾ കുറച്ചുകൂടി സങ്കീർണമായിരിക്കും അടുത്ത ചെയ്യുന്ന സർജറി. ബട്ട് സയൻസും ടെക്നോളജിയും ഇംപ്ലാന്റ്സ് സയൻസും ഒക്കെ അഡ്വാൻസ് ചെയ്തതനുസരിച്ചിട്ട് നൗ ഐ ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ഓൾമോസ്റ്റ് അങ്ങനത്തെ എന്ത് ബുദ്ധിമുട്ടിനും ഉള്ള സൊല്യൂഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് സയൻസിൽ. വി കോൾ ദാറ്റ് ആർമമെൻറ്റേറിയം. അപ്പം ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ഡിഫറെൻറ്റ് ഇംപ്ലാന്റ്സ് നമുക്ക് തരുന്നുണ്ട്. വി കോൾ ദാറ്റ് റിവിഷൻ സർജറി. സർ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ മുട്ടുവേദന യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രായമാകാൻ കാത്തു നിൽക്കാതെ, അല്ലെങ്കിൽ മുട്ടുവേദന വരാൻ കാത്തു നിൽക്കാതെ, അല്ലെങ്കിൽ അത് സിവിയർ ആകാൻ കാത്തു നിൽക്കാതെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ലൈഫ് സ്റ്റൈൽ ആണ് എല്ലാം. വൺസ് യു ഗെറ്റ് മോർ സ്റ്റൈലിഷ് അബൌട്ട് യുവർ ലൈഫ്, ആ പ്രോബ്ലം തന്നെ സോൾവ് ആയിക്കോളും. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാന പ്രശ്നം നമ്മുടെ എന്താ പറയുക, ഭക്ഷണത്തിൻ്റെ കൂടുതലും വ്യായാമത്തിൻ്റെ കുറവും റെസ്റ്റിൻ്റെയും കുറവും. ആക്ച്വലി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തി, ഈവൻ കുട്ടികൾക്ക് പോലും കിട്ടുന്ന ഉറക്കത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് വരികയാണ്, ഭക്ഷണത്തിൻ്റെ അളവ് കൂടിക്കൊണ്ട് വരികയാണ്, ആൻഡ് വ്യായാമത്തിൻ്റെ അളവ് വീണ്ടും കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പം നല്ലൊരു ജീവിതശൈലി എന്ന് പറയുന്നത് ഇത് മൂന്നിൻ്റെയും സന്തുലിതമായ ഒരവസ്ഥയാണ്, ഒരു ബാലൻസ്. നമ്മൾക്ക് ആവശ്യത്തിന് ന്യൂട്രീഷൻ ഉണ്ടാകുമ്പോൾ, ആവശ്യത്തിന് ഓവറാകുമ്പോഴത്തേക്ക് അത് പ്രശ്നമാണ്. അപ്പം ആവശ്യത്തിന് ന്യൂട്രീഷൻ ഉണ്ടാവണം. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ വോളിയൂം അല്ല, അതിൻ്റെ ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മസിൽസിൻ്റെയും ബോൺസിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് വിനോ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ആവശ്യത്തിന് പ്രോട്ടീൻ, കാൽസ്യം, ആവശ്യത്തിനുള്ള മിനറൽസ് തുടങ്ങിയ സംഗതികൾ നമ്മുടെ ഡയറ്റിനകത്ത് ഉണ്ടായിരിക്കണം. നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടണം, ആൻഡ് നമുക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഉണ്ടാവണം. ചെറുപ്പക്കാരിലും കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം ഈ മൂന്നിൻ്റെയും ഒരു അഭാവം കൊണ്ടാണ് നമ്മൾ പല പ്രശ്നങ്ങളും കാണാറുള്ളത്. മുട്ടുവേദന അതിലൊന്ന് മാത്രമാണ്. മുട്ടുവേദന, തോളുവേദന, നടുവേദന, മുതുവേദന, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നല്ലൊരു ഭാഗം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ വിശ്രമത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ വ്യായാമത്തിൻ്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് വ്യായാമം, ആവശ്യത്തിന് ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം. താങ്ക് യു സോ മച്ച് സർ. ദാറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് ടോക്ക്. ആൻഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. ടിൽ ദെൻ, താങ്ക് യു.